ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം ഓരോ മതവിശ്വാസങ്ങളുടെയും ഭാഗമായി മനുഷ്യർ പിന്തുടർന്നു പോരുന്ന ഒന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന ആട്ട് എന്നറിയപ്പെടുന്ന ചടങ്ങിനിടെ യുവാവിന് പറ്റിയ ഒരു അബദ്ധം ജീവനെടുത്തു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാലക്കാട് പരുതൂർ കുളമുക്ക് സ്വദേശി ഷൈജു എന്ന യുവാവാണ് അതിദാരുണമായി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. ഇവരുടെ കുടുംബാംഗങ്ങൾ ചേർന്ന വർഷം തോറും നടത്താറുള്ള ചടങ്ങായിരുന്നു ആട്ട്. ഞാങ്ങാട്ടിരിയിൽ 15ഓളം കുടുംബത്തിൽപ്പെട്ട 500ഓളം പേർ പങ്കെടുത്ത വലിയ ഒരു ചടങ്ങ് കൂടിയായിരുന്നു ഇത്. ചടങ്ങുകൾക്കിടയിൽ നിരവധി പേർ ഉറഞ്ഞുതുള്ളുകയും കത്തികൊണ്ട് നെറ്റിയിൽ മുറിവേൽപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമായി നടക്കുന്നതാണെന്നും ആളുകൾ പറയുന്നു. ഇതുകൂടാതെ ചടങ്ങിൽ ഇത്തവണ ഹനുമാനെ ആവാഹിച്ച് വെളിച്ചപ്പാട് തുള്ളിയത് ഷൈജു ആയിരുന്നു. ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമായ ഈ ചടങ്ങിനിടെ ഉറഞ്ഞുതുള്ളുന്ന ആൾക്ക് തളികയിൽ ഫലമൂലാദികളും മറ്റും നൽകുന്ന ഒരു പതിവുണ്ട്. ആചാരത്തിന്റെ ഭാഗമായി തന്നെ ഈ ഫലമൂലാദികൾക്കിടയിൽ കാഞ്ഞിരക്കായും വെക്കാറുണ്ട്. എന്നാൽ സാധാരണയായി ഉറഞ്ഞുതുള്ളുന്ന ആളുകൾ ഇത് കടിച്ച ശേഷം തുപ്പിക്കളയുകയാണ് പതിവെന്നും ഇവർ പറയുന്നു. എന്നാൽ ഷൈജു ചടങ്ങിനിടെ തുടർച്ചയായി 3 കാഞ്ഞിരക്കായ കഴിക്കുകയായിരുന്നു. ഇത് കടിച്ച ശേഷം തുപ്പിക്കളഞ്ഞിട്ടുണ്ടാകുമെന്നാണ് കരുതിയതെന്നാണ് കൂടെയുണ്ടായിരുന്നവർ പറയുന്നത്. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം ഷൈജുവിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. പിന്നാലെ കുഴഞ്ഞു വീഴുകയും ചെയ്തു. ഉടൻ തന്നെ പട്ടാമ്പിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ്. ഷൈജുവിന്റെ നെറ്റിയിൽ ഒരു മുറിവേറ്റ പാട് കണ്ടെത്തിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. എന്നാൽ ഇത് ആചാരത്തിന്റെ ഭാഗമായി നടന്നതാണെന്നാണ് ഉത്സവ ഭാരവാഹികൾ വ്യക്തമാക്കിയത്. സിനിഷയാണ് ഷൈജുവിന്റെ ഭാര്യ. 8 വയസ്സുകാരനായ അനയ് മകനാണ്. മധ്യകേരളത്തിൽ ആചരിച്ചു വരുന്ന ഒരു അനുഷ്ഠാനമായ ആട്ട് എന്ന ഉത്സവത്തിന് ഏകദേശം 100 വർഷത്തിലധികം പഴക്കമുണ്ട്. ഷൈജുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കാഞ്ഞിരക്കായ കഴിച്ചതായിരിക്കാം മരണകാരണമായത് എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നാൽ മാത്രമേ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂവെന്നും പോലീസ് പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.